ജെ ഷൈൻ അപവാദ പ്രചരണ കേസിൽ കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസ് അറസ്റ്റും ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചെന്ന് ജെ ഷൈൻ പറഞ്ഞു. കിട്ടിയ എല്ലാ തെളിവുകളും കൈമാറിയിട്ടുണ്ട്. കോൺഗ്രസ് സംസ്കാരം ഇവിടെ നിലനിൽക്കണം, എങ്കിലേ ഉയർന്ന ആശയചിന്താഗതിയുള്ളവർക്ക് ഇവിടെ പ്രവർത്തിക്കാനാകുമെന്നും ഷൈൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടുവരാം. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെളിവുകളും കൊടുക്കുന്നുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംസ്കാരത്തിലേക്ക് വരാനുള്ള ചവിട്ടുപടികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളൊരു ബോധ്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവണം. പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും, പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് നടു റോട്ടിലിട്ട് വലിച്ചിഴക്കാനുള്ളതല്ല എന്നുള്ള മിനിമം സാംസ്കാരിക ബോധ്യമെങ്കിലും ഉണ്ടാവണം. സൈഫുനിസ ചേരുകയാണ്. സൈഫുനിസ, ഈ അന്വേഷണം അതേത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള സാധ്യതകൾ വരുമ്പോൾ അത് എപ്പോഴേക്കും പ്രതീക്ഷിക്കാനാകും എന്നുള്ളത് ആദ്യത്തെ കാര്യം. മാത്രമല്ല, ഷൈൻ്റെ വാക്കുകൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകളാണ് ഇന്ന് ഷൈനിൽ നിന്നും കേട്ടത്. എത്തരത്തിലായിരുന്നു അതുകൂടി? സംഗീത, ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് KN ഉണ്ണികൃഷ്ണൻ MLA മൊഴി രേഖപ്പെടുത്തുകയാണ്. പറവൂർ മുനമ്പം DYSP ഓഫീസിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മൊഴി നൽകാനായി എത്തിയപ്പോൾ തന്നെ KN ഉണ്ണികൃഷ്ണൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഈ ആരോപണങ്ങളുടെ ഉറവിടം പറവൂരിൽ നിന്നാണ്. അതായത് പറവൂരിലെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം ഇത് കണ്ടത്. പിന്നീട് പേര് പറയാത്തത് കൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോയില്ല. പിന്നീട് യൂട്യൂബ് ചാനലിലൂടെ ഇത് വരികയും ഇത് പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പറവൂരിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് KN ഉണ്ണികൃഷ്ണൻ MLA പറഞ്ഞത്. രാവിലെ KJ ഷൈൻ ടീച്ചറും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഷൈൻ ടീച്ചർ കയ്യിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന നെഹ്റുവിൻ്റെ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സംസ്കാരം എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് മനസ്സിലാകാത്തവർ, അത് വായിച്ചിട്ടും സംസ്കാരം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് പഠന ക്ലാസ് നൽകണം എന്നും ഷൈൻ ടീച്ചർ പറയുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹായം ഉണ്ടായിരുന്നു. നൽകാവുന്ന എല്ലാ തെളിവുകളും പോലീസിന് നൽകിയിട്ടുണ്ട്. പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു. കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത് വലിയ അഭിമാനമുണ്ട്. സ്ത്രീ പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് നടുറോഡിലേക്ക് വലിച്ചിഴക്കാനുള്ളതല്ല എന്നും ഷൈൻ ടീച്ചർ പറഞ്ഞു. ഇന്നലെ ഷൈൻ ടീച്ചറുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് KN ഉണ്ണികൃഷ്ണൻ MLAയുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. ഈ രണ്ട് മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ പേരെ പ്രതി ചേർക്കണമെങ്കിൽ പ്രതി ചേർക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ ഈ കേസ്. ശരി സൈഫുനിസ, വ്യക്തമാണ് കാര്യങ്ങൾ.